ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ചെറിയ വ്ളോഗായിട്ടാണ്. നമ്മുടെ ഫാമിലിയിൽ ഗെറ്റ് ടുഗദർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നത്തെ ദിവസത്തെ ചെറിയ വിശേഷങ്ങളാണ് ഇന്നിവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലായിരുന്നു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മുടെ വീട്ടിൻ്റെ പേര് ഇനായ എന്നാണ്, ഗിഫ്റ്റ് ഓഫ് അള്ളാ എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. അപ്പം നമ്മുടെ വീട്ടിൽ ഇക്കാടെ ഫാമിലിയിലുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. എന്നാലും കുറച്ച് പേര് അസൗകര്യം മൂലം എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇക്കയുടെ മാമായും മാമിയും മക്കളും കൊച്ചുമക്കളും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ആൾക്കാർ ഇനി വരാനായിട്ടുണ്ട്. ഒരു 5-6 പേര് വരാനായിട്ടുണ്ട്. അവർക്ക് അസൗകര്യമായതുകൊണ്ടാണ് വരാതിരുന്നത്. അപ്പം എല്ലാവരും എത്തിയിട്ടുണ്ട്. ഓരോരുത്തർ അവരവരുടെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കുറച്ച് പേര് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പലഹാരങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മാമ. ഇത് ഇളയ മാമയുടെ മോനാണ്. അതുപോലെ രണ്ടാമത്തെ മാമായും അവരുടെ മക്കളും കൊച്ചുമക്കളൊക്കെയാണിത്. എല്ലാവരും നല്ല ഹാപ്പിയുള്ളൊരു മൂഡിലായിരുന്നു. ഇവരിവിടെ റീലെടുക്കുകയാണ്. ഇൻസ്റ്റയിൽ ഇടാനായിട്ട് റീലെടുക്കും, കളിയും ചിരിയും, അതുപോലെ കസേര കളി, ഒരുപാട് ഗെയിംസൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു. കുട്ടികളൊക്കെ കണ്ട് റീലെടുക്കുന്ന തിരക്കിലാണ് ഇവിടെ. നമ്മുടെ ഫാമിലിയിലൊക്കെ ഇതുപോലുള്ളൊരു ഒത്തുചേരലുകൾ സന്തോഷമുള്ള കാര്യമാണ്. കുട്ടികളൊക്കെ കളിയും ചിരിയുമായിട്ട് വളരെ സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരുന്നു അന്ന്. അതുപോലെ ചെറിയ കുട്ടികളുടെ കസേര കളി ഉണ്ടായിരുന്നു, വലിയ ആൾക്കാരുടെയും കസേര കളിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിനായിട്ട് ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്കെല്ലാം ഭയങ്കര സന്തോഷമായിരുന്നു. ഇതിപ്പം വലിയ ആൾക്കാരുടെ കസേര കളിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് രണ്ടാമത്തെ മാമയുടെ മാമിയാണ്. അതുപോലെ അവരുടെ മക്കളും കൊച്ചുമക്കളൊക്കെയാണ്. ഓരോരുത്തരും അവരവരുടെ ലോകത്താണ്. കളിയും ചിരിയും തമാശകളുമായിട്ട് ഇങ്ങനെ പോവുകയാണ്. അതുപോലെ തന്നെ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരായിട്ട് കൊണ്ടുവന്ന പലഹാരങ്ങളെല്ലാം നമ്മൾ ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കിച്ചണിലും എല്ലായിടത്തും ഓരോ ആൾക്കാരുണ്ടായിരുന്നു. അതുപോലെ ഞാൻ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫാമിലി MKM ഫാമിലിയുടെ പ്രിൻ്റ് വെച്ചിട്ടുള്ള കേക്കാണ്. അതുപോലെ പുഡിങ്ങും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു, സ്ട്രോബെറി പുഡിങ്ങും. അതുപോലെ തന്നെ പിസ്ത പുഡിങ്ങുമാണ് ഞാൻ റെഡിയാക്കിയിട്ടുള്ളത്. കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടമായിട്ടുള്ള ഒരു സ്വീറ്റാണത്. അപ്പോൾ എല്ലാവരും കൊണ്ടുവന്ന പലഹാരങ്ങളെല്ലാം നമ്മൾ ടേബിളിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പീസ് കേക്ക്, പുഡിങ്, ബേക്കറി ഐറ്റംസ്, അതുപോലെ പഴംപൊരി എല്ലാം ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ കേക്ക് കട്ട് ചെയ്യാണ്. ഇക്കാടെ മാമായാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. അതുപോലെ ഇക്കാട് ഉമ്മായും രണ്ടാമത്തെ മാമായും ഉണ്ട് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും കഴിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കളിച്ചില്ലായിരുന്നു ഗെയിം, അപ്പം അതിനുള്ള സമ്മാന വിതരണമാണ് ഇവിടെ നടക്കുന്നത്. ഓരോരുത്തരായിട്ട് വിളിച്ച് സമ്മാനം കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മളെ ഫാമിലിയിലൊക്കെ വലിയ ഗെറ്റ് ടുഗദേഴ്സൊക്കെ നടത്തുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. ഫാമിലിയിലൊരു ബോണ്ടിങ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിരിയാണിയും ചിക്കൻ കറിയും എല്ലാം ഉണ്ടായിരുന്നു. ചിക്കൻ ബിരിയാണി ആയിരുന്നു. അതുപോലെ അച്ചാർ, സാലഡ് എല്ലാം ഉണ്ടായിരുന്നു. നമ്മളത് വിളമ്പുകയാണ്. അപ്പോൾ കുട്ടികൾക്കെല്ലാം തറയിൽ പാവിരിച്ചിട്ടായിരുന്നു നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ കസിൻസ് എല്ലാവരും ഉണ്ടായിരുന്നു. അവർക്കെല്ലാം ഫുഡ് കൊടുത്തു. വളരെ സന്തോഷത്തോടുകൂടി എല്ലാവരും കഴിച്ച് ഇനി എല്ലാവരും പോവാനായിട്ട് ഒരുങ്ങുകയാണ്. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് സന്തോഷത്തിലിങ്ങനെ പിരിഞ്ഞു. എന്നിട്ട് അതുപോലെ തന്നെ നമ്മൾ അന്ന് എടുത്തിട്ടുള്ള കുറേ ഫോട്ടോസും കൂടെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം.
അതുപോലെ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യണം ഞാനിടുന്ന വീഡിയോസ് കാണാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.